പൈസ അല്ലെങ്കിൽ മണി ഉള്ളവർക്കേ പവർ ഉള്ളൂ എന്നൊരു തോട്ട് എല്ലാ കോമൺ മാൻ്റെ ഉള്ളിലും ഉണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? അത് നമ്മുടെ ഒരു ഇപ്പോൾ ആ ഒരു ജുഡീഷ്യറിയോ എല്ലാവരും ഇത്രയും നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ലോസ് ഉണ്ടാക്കിയിട്ടും എന്തുകൊണ്ടായിരിക്കും കോമൺ മാൻ്റെ മൈൻഡിൽ അങ്ങനെ തോട്ട് വരാൻ കാരണം? അപ്പൊ അതന്നെയായിരുന്നു ഇപ്പൊ ചെറുകിട്ടാനും പറഞ്ഞത്. എന്താണ് എന്തിന്റെ എവിഡൻസ്? ഒരു കേസിന്റെ ക്രൈമിന്റെ എവിഡൻസ് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടംപോലെ കേസ് അതുപോലെ തെളിഞ്ഞിട്ടുണ്ടല്ലോ. ക്രൈം എവിടെയെങ്കിലും അവരൊരു ലൂപ്പ് ഹോൾ ഇടുന്നു, അതിനെ അന്വേഷിച്ചു പോകുന്നു, അന്നേരം അതിനെ തെളിയിപ്പിക്കുന്നു. ക്രിക്കറ്റ് കോട കേസ് വന്നപ്പോ മുഹമ്മദ് അസൂദിനെ ക്രിക്കറ്റ് ചെക്ക് ചെയ്തിരുന്നത് എല്ലാവർക്കും അറിയാം. എന്തിട്ടിട്ട് രക്ഷപ്പെട്ടു? അല്ലല്ല, എന്തിട്ടിട്ട് രക്ഷപ്പെട്ടു? ക്ലീൻ ചീറ്റ്. ക്ലീൻ ചീറ്റ് ആരാ കൊടുക്കുന്നത്? ക്ലീൻ ചീറ്റ് കൊടുക്കുന്നത് പോലീസാണ്. ക്ലീൻ ചീറ്റ് PCC ആണ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനമാണ്. ക്ലീൻ ചീറ്റ് കിട്ടി. നിവിൻ പോളിക്ക് കഴിഞ്ഞ ദിവസം ക്ലീൻ ചീറ്റ് കിട്ടി. അത് അന്വേഷിച്ചിട്ട് ക്ലീൻ ചീറ്റ് കിട്ടിയതിന് ശേഷം കോർട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം PCC അനുസരിച്ച് റിപ്പോർട്ട് അനുസരിച്ച് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ലോയില് ഒന്നെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആവുക. PCC ക്ലിയറൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ജഡ്ജ് അതിനെ നോക്കുള്ളൂ. കാരണം പോലീസ് ഈസ് ദ ലോക്കൽ ബോഡി. പോലീസാണ്, പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഏറ്റവും അടുത്തുള്ള ലോക്കൽ ബോഡിയാണ്. അവരാണ് ജനങ്ങളെ തിരിച്ചറിയേണ്ടത്. ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളെ തിരിച്ചറിയേണ്ട SHO ആയിട്ടുള്ള ആളാണെന്നുള്ളത്. അയാൾ പോയിട്ട് അന്വേഷിക്കുന്നത് ശരിയാവണം. അതാണ് പ്രൊസീജിയർ. അപ്പൊ PCCയിൽ ക്ലീൻ ചീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യത്തിൽ പ്രൊസീജിയർ നോക്കാം. PCC അതെ ക്ലിയറൻസ് ഉണ്ടാവില്ലായിരിക്കും. ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ് സെക്ഷനിൽ ഉണ്ടതാ. ഇത് ഒരു ബോധമില്ലാത്ത പോലീസുകാർ ഇട്ടിട്ടാണ് നമ്പിലാനും വിട്ടുപോയതാ. എത്ര പേരാണ് വിട്ടുപോകുന്നു? സഞ്ജയത്ത് പോലും തോക്കുന്ന കേസിൽ വിട്ടുപോയത് അങ്ങനെയാണ്. ഇങ്ങേര് വിട്ടുപോയത് അങ്ങനെയല്ല. ഒരു വിവരമില്ലാത്ത പോലീസുകാരാണ് സെക്ഷനിൽ ഇടുന്നത്. വിവരമില്ലാത്തതല്ല, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നിയമത്തിന്, അതായത് അധികാരികൾ തന്നെ വന്നിട്ട് നിയമത്തിന് വളച്ചൊടിക്കുമ്പോ ഉണ്ടാവുന്ന ഇപ്പൊ ഈ പൊതുവെ ഇപ്പൊ ഒരു കേസ് നമുക്ക് വന്നു, ആ കേസിന്റെ സത്യാവസ്ഥ നമുക്കറിയാം. പക്ഷെ ആൾക്ക് ജസ്റ്റിസ് കിട്ടണം എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ലോ വെച്ചിട്ട് പക്ഷെ അത് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കേസൊക്കെ വന്ന് എങ്ങനെ ഹാൻഡിൽ ചെയ്യാ? ലൈക്ക് ഒരു മെന്റൽ ഇമോഷൻ അവിടെ ഇല്ല, പക്ഷെ ലോയും നോക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ അങ്ങനെ വരുന്നുണ്ടല്ലോ. നമ്മളെ നടിയുടെ കേസ്, റേപ്പ് കേസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അതിലും ഇതേപോലെ ജസ്റ്റിസ് എന്താന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുന്നു. നമ്മൾ കോമൺ മാൻ ആയിട്ട് ചിന്തിക്കുമ്പോൾ ഇന്നതാണ് ജസ്റ്റിസ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അങ്ങനത്തെ കുറെ വരുന്നു. അതിൽ നിങ്ങൾക്ക് ഇൻജസ്റ്റിസ് ആണ് നടക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യനായിട്ടിരിക്കണം, ഒരു അധികാരിയായിട്ടിരിക്കണം, ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടിരിക്കണം, ഒരു അഡ്വക്കേറ്റ് ആയിട്ടിരിക്കണം, ഒരു ജസ്റ്റിസ് ആയിട്ടിരിക്കണം. അവരാണ് തീരുമാനിക്കേണ്ടത് അവരെന്തായിട്ടിരിക്കണം. ജസ്റ്റിസിന് വേണമെങ്കിൽ ഇൻഫ്ലുവൻസർ ആവാം അല്ലെ, അഡ്വക്കേറ്റിന് വേണമെങ്കിൽ ഇൻഫ്ലുവൻസർ ആവാം, അഡ്വക്കേറ്റിന് നല്ല മനുഷ്യനാവാം, അഡ്വക്കേറ്റിന് എന്താവാം. അതൊക്കെ ഇമോഷനും അവര് മനുഷ്യനായിട്ടുള്ള സ്ഥിതിയൊക്കെ കൂടി വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ഇമോഷനും ഒക്കെ എടുത്ത് കൂട്ടിക്കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നിയമം വളച്ചൊടിക്കപ്പെടുന്നതും കാര്യങ്ങളും. ഒരു കേസുണ്ട്, ഈ കേസിൽ താൻ വാദി ഞാൻ പ്രതിയാണ്. ഈ കേസ് ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ ഇൻഫ്ലുവൻസ് ഉള്ള ആള്, പൈസ ഉള്ള ആള്, നല്ലൊരു അഡ്വക്കേറ്റ് ഉണ്ട് ചിലപ്പോൾ. ഇതാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ പറഞ്ഞൊരു കാര്യമാണ് ഏതൊരു കോമൺ മാന്റെ ഉള്ളിലും കേറിയിരിക്കുന്നത്. അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് തന്നെ പോയിട്ട് ഒരു അഡ്വക്കേറ്റിന് നല്ല നോളജ് ഉണ്ട്, നല്ല വൃത്തിയിൽ അവർക്ക് ചെയ്യാൻ അറിയാൻ കാര്യങ്ങൾ, അങ്ങനെയാണെങ്കിൽ ആ അഡ്വക്കേറ്റിനെ പോയി കാണൂ. അതാണ് മണി എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ്സ് ആക്ടിൽ ഇപ്പൊ തൽക്കാലം ഇതിനെ പൈസയെ
എന്താ പറയാ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് പൈസ മേടിക്കുന്ന ഒരാളാണ് ഞാൻ എടുത്ത് പോകാൻ പറ്റത്തില്ല ഈ പാവപ്പെട്ടവന്. ഞാൻ പഠിച്ച് പാസ്സായി വന്ന ഒരാളെ ഹെൽപ്പ് അപ്പം സ്റ്റേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലീഗൽ സിസ്റ്റംസ്, അതായത് പൈസ ഇല്ലാത്തവർക്ക് പോകാൻ പറ്റുന്ന ലീഗൽ സിസ്റ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടില്ല. കോർട്ടിനകത്തോട്ട് വരുന്ന സീൻ ഒന്ന് കെൽസ പോലുള്ള അതുപോലുള്ള വാദി അല്ല സാക്ഷികൾ മാറ്റി പറയും, കാശ് കൊടുത്താൽ മാറ്റി പറയുന്നവരെങ്കിൽ ഇവിടെ ഉള്ളത് പേടിപ്പിച്ചാലും മാറ്റി പറയും ചിലര്. അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, അങ്ങനെയുള്ളതിനെ പോലും നിങ്ങൾക്ക് കോടതിയില് കണ്ടില്ലെന്നൊക്കെ പറയും. കണ്ട കാര്യം കണ്ടില്ലെന്നൊക്കെ പേടിച്ചിട്ട് അല്ല, അങ്ങനെയുള്ളതിനെ പോലും നിങ്ങൾക്ക് കോടതി നിങ്ങളെ കേൾക്കും. കോടതി ഒരു മനുഷ്യനെ കേൾക്കും. കോടതി ഒരു മനുഷ്യനായിട്ട് ഇരുന്നിട്ട് കൂടെ ഇരുന്നിട്ട് നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. കാരണം കോടതി ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ കേൾക്കുള്ളൂ. നിങ്ങൾ ഇൻ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് പോയിട്ട് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ വാദിക്കാമെന്ന് തന്നെ നിയമം പറഞ്ഞിട്ടുള്ളൂ. സോ അങ്ങനെ നിങ്ങൾ പോകൂ. ഇനി നിങ്ങൾക്ക് അഡ്വക്കേറ്റും ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയണോ, അഡ്വക്കേറ്റ് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സാധനം നിങ്ങൾക്ക് പറയാൻ സാധിക്കല്ലോ. ഇത് പലർക്കും അറിയാത്തോണ്ടാണ് പ്രശ്നം. ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാലോ. ഈ പറയുന്ന സംഭവം ആൾക്കാർക്ക് അറിയാത്തോണ്ടുള്ള ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ കോടതി എന്തോ മഹത്വരമായി ഇപ്പൊ എന്റെയൊക്കെ വീട്ടില് ഒരു സാധാരണ ഒരു അമ്മയും സാധാരണ ഒരു ഫാദറും എനിക്കില്ല. എന്റെ വീട്ടുകാരൊരിക്കലും എന്നെ കാണാൻ വേണ്ടി കോടതിയിൽ വരാൻ താല്പര്യമില്ല. എന്റെ വീട്ടുകാരെ അത് അറിയിച്ചു കഴിഞ്ഞതാ. എന്നെ കല്യാണത്തിനോ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലോ എന്തെങ്കിലും ഉണ്ടാവുമ്പോ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് കാറ് വരുമ്പോ എന്റെ വീട്ടിൽ നിന്ന് എല്ലാരും കൂടി പോവുകയാണ്, ഒരു ഗെറ്റ് ടുഗെദറിനോ എന്തിനെങ്കിലും പോവുകയാണ്, എന്നെ വിളിക്കാൻ കോടതിയിലോട്ട് വരൂല. കോടതിയിൽ കാലെടുത്ത് കുത്തുന്ന അത് അയ്യോ ഞങ്ങളോ കോടതിയിലൊന്നും കയറാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്ന് പറയുന്ന ഒരു കോമൺ മാൻ വേറെ ഉണ്ട്. അതെന്തോ വലിയ കുറ്റോ തെറ്റോ അല്ലെ തെറ്റ് ചെയ്യുന്ന നമ്മൾ കയറേണ്ട ഒരു ഇതല്ല എന്ന് തോന്നുന്നു. പിന്നെ കുറെ ആളുകളുണ്ട് കോടതിയെ പോലീസിനെ പേടിക്കുന്നവരുണ്ട്, കോടതിനെ പേടിക്കുന്നവരുണ്ട്, ജഡ്ജിനെ വായ തുറന്നുണ്ടെങ്കിൽ ഫൈൻ അടിച്ച് കിട്ടും എന്നാണ് നമ്മളെ ചിന്ത. അല്ലെങ്കിൽ അയാൾ കൊണ്ടുപോയിട്ട് 24 മണിക്കൂർ മൂലയ്ക്ക് നിർത്തും നമ്മൾ വിണ്ടിയാൽ എന്നാണ് നമ്മളെ ചിന്ത. അങ്ങനെയൊക്കെ നമ്മള് മുറി വൈദ്യമാണ് പഠിച്ചു വെച്ചിട്ട് അല്ലെ മുറി ലോയാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്. ഇയാള് വായ തുറന്നാൽ എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് കോടതിയെ ഉപയോഗിക്കാത്തവരാണ് അങ്ങനെയൊക്കെ ഉള്ളവരെന്നാണ്. ഇപ്പൊ ഈ പറയുന്ന ഒരു അത് പേടിക്കരുത് എന്ന് പറയാനാണ് നമ്മളെ പോലെയുള്ള ആൾക്കാർ മുന്നോട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാനല്ലേ. അതെ, അല്ല ലോ പഠിക്കുന്നില്ല, ഇനിയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആഡ് ചെയ്താലും മതി. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ലോ ഇല്ലാതില്ല. എന്നെ പോലുള്ള ആൾക്കാരൊക്കെ സിവിക്സ് ഒക്കെ പഠിച്ചിട്ടാണ് ഇവിടം വരെ എത്തുന്നത്. ഞാനൊക്കെ 8ാം ക്ലാസ് മുതൽ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് പഠിച്ചിട്ട് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. 8ാം ക്ലാസ്സിലത്തെ സിവിക്സ് എന്ന് പറയുന്നത് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. ലിമിറ്റേഷൻ ഇല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തം പറയുന്നില്ല എന്നുള്ളൂ. ആവശ്യമുള്ളത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നു കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കേണ്ടത് ആരാണ്? നിങ്ങളാണല്ലോ. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ബൾക്കിയാണ്. എല്ലാ നിയമങ്ങളും ഒരാൾക്ക് അറിയാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ പോയി പഠിക്കൂ. നിങ്ങൾ കുറെ വിഷയങ്ങൾ, പാട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, നൃത്തം നമ്മൾ പഠിക്കുന്നുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇത് ജീവിതത്തിന് ലൈഫ് സ്റ്റൈലിന് ആവശ്യമാണെങ്കിൽ അത് പഠിക്കൂ. പോയിട്ട് ഉണ്ട്. എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ 8ാം ക്ലാസ് മുതൽ സിവിക്സ് പഠിച്ചിട്ടാണ് എന്നെ പോലുള്ള എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങളെ കയ്യിലും കൂടി ഇരുന്ന് വീട്ടിൽ നിന്നൊക്കെ ഇരിക്കുമ്പോ ഒക്കെ വായിച്ച് നിങ്ങൾ പഠിക്കൂ. അത് നിങ്ങൾ പഠിക്കുകയും കൂടി. മുറിവൈദ്യം ചെയ്യുന്ന നിങ്ങൾ ചെയ്യാറില്ലേ? നിങ്ങൾ എല്ലാ ദിവസവും ഡോക്ടറെ അടുത്തോട്ട് നടന്നു പോവുകയാണ്. നിങ്ങൾ പെട്ടെന്ന് മുറിവാക്കിയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാറില്ലേ? അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ കയ്യിൽ നിന്നിട്ട് പഠിക്കുകയും ചെയ്യും. പഠിക്കാനും കൂടിയുള്ള സമയം കണ്ടെത്തണം. ഒരു വിദ്യാഭ്യാസമില്ലാത്ത ആളാണെങ്കിലോ കേൾക്കാൻ പറ്റുന്നതുണ്ടല്ലോ, എന്തോരം കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. എനിക്ക് വായിക്കാൻ കഴിവില്ല, എന്നിട്ട് ഞാൻ ഇന്ന് ലീഡിങ് ലോയർ ആണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടാണ്, ഞാൻ എന്റെ ഇമ്പയർഡ് ഞാൻ തന്നെ യൂസ് ചെയ്യുന്നു എന്നുള്ള അറിയില്ല. എല്ലാം പഠിക്കണതല്ല പറയുന്നത്, പക്ഷെ ജീവിക്കാൻ ഗിറ്റാർ അടിക്കുന്നത് ഉപകാരപ്പെടുവോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പഠിക്കാൻ തയ്യാറാണ്.
എന്ത് ചെയ്യും? ഞാൻ cook ജീവിക്കാൻ ചെയ്താൽ വേണ്ടിയിട്ട് കുക്കിംഗ് ആവശ്യം ഉണ്ടെങ്കിൽ നീ അത് പഠിക്കും. എന്നല്ല, കൃഷി ചെയ്യേണ്ട ആവശ്യമുണ്ട്. തനിക്ക് ആവശ്യമുള്ള സർവൈവലിന് വേണ്ടിട്ട് ഒരു മനുഷ്യൻ നിനക്ക് ജീവിക്കാൻ ആവശ്യമുണ്ടോ? നിനക്ക് കൃഷിയാ. എല്ലാവർക്കും കൃഷി അറിയാമോ? അതാ പറഞ്ഞത് സർവൈവൽ നിനക്ക് ആവശ്യമുണ്ടോ? നിന്റെ ആവശ്യം അതാണോ നീ ചെയ്യുന്നത്? എല്ലാവർക്കും ആവശ്യമുണ്ട്. നിന്റെ ആവശ്യം എല്ലാവർക്കും ആവശ്യമുണ്ട്. അങ്ങനല്ല സർവൈവൽ എന്ന് സർവൈവൽ പറയുന്നത് ഫുഡാണ്, അല്ലാതെ ലോകമൊന്നുമല്ല. ലോകമൊന്നുമല്ല സർവൈവൽ. അതൊന്നും അതിന് മുന്നേ മനുഷ്യനുണ്ട്. അല്ല, സർവൈവൽ ചെയ്ത് ലോ മാത്രമേ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ ഇത്ര മാത്രമാണോ ലോ എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഇതല്ല പഠിപ്പിക്കേണ്ടത്. സിവിക്സ് എന്നും പറഞ്ഞിട്ട് പഠിപ്പിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ശരിക്കും പഠിപ്പിക്കേണ്ടത്. പഠിക്കേണ്ടത്. ആ ലോ ഇതാണോ പഠിപ്പിക്കുന്നത്? അത് സിലബസാ മാറ്റേണ്ടത്. അതെയാണ്. പിന്നെ അപ്പൊ സ്കൂളിന്റെ സിലബസാ മാറ്റേണ്ടത്. സ്കൂളിന്റെ സിലബസാ മാറ്റേണ്ടത്. എഡ്യൂക്കേഷൻ ആ സിലബസ് ആണ് അപ്പൊ മാറ്റേണ്ടത്. എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് മാറി വരേണ്ടത്. ഇത് രണ്ടും കാര്യം. അത് CBSE PSC എന്തെന്നാ പറയണ്ട, അവരൊക്കെ കൂടി ഇരുന്നിട്ട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. വിദ്യാഭ്യാസ മന്ത്രി ദയവ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതാണ് കോമൺ മാന്റെ പ്രശ്നം. കത്തി തൊലിക്കും. അപ്പൊ കോമൺ മാന്റെ പ്രശ്നം ഇതാണെന്ന് പറയപ്പെടും. ശരിയാ. എടോ, ഇടയ്ക്ക് ഇതാണ് മനുഷ്യന്റെ സർവൈവലിന് ആവശ്യം ഫുഡ്, പാർപ്പിടം, മെഡിസിൻ. ഇത് കഴിഞ്ഞിട്ടേ ലോ വരത്തുള്ളൂ. ജീവൻ ലോ ആണ്. എടോ, മഹാത്മാഗാന്ധി നിങ്ങളോട് ചർക്കയിൽ വസ്ത്രം നെയ്ത് നിങ്ങളുടെ വസ്ത്രം ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അപ്പൊ നിങ്ങള് ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഒക്കെ നിങ്ങൾ ചെയ്യാനാ പറഞ്ഞിട്ടുണ്ട്.